മായടച്ചനല്ലേ ഇവിടെ നിൽക്കണം, കണ്ണു കാണാൻ പാടില്ലേ? എന്റെ മായടച്ചൻ ഇങ്ങനെ അല്ല. നിന്റെ മായടച്ചൻ പിന്നെ എങ്ങനെയാണ്? അങ്ങേര് മേത്ത് മഴവെള്ളം വീണാ പോലും ഒന്ന് അടിച്ചു നനച്ച് കുളിക്കുന്ന ആളല്ല. അല്ലേ അത്രയ്ക്ക് വൃത്തിയില്ലെന്ന് പറഞ്ഞതാ. അങ്ങനെ താങ്ങിയതാണല്ലേ? താങ്ങിയതാന്ന് മനസ്സിലായല്ലേ? എന്നിട്ടാണ് എന്നെ വിളിക്കാതെ രാവിലെ അമ്പലത്തിൽ പോയത്. ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു കാര്യം നടക്കുമല്ലോ, ഇന്ന് കട്ടലോപ്പല്ലേ, അപ്പൊ നമുക്ക് അമ്പലത്തിൽ പോകണ്ടേ? നിന്നെ വിളിച്ച കേക്കണ്ടേ നീ? ഇത് കേട്ടാത്തൊന്നും നമ്മുടെ വീടിന്റെ കട്ടലോപ്പാണ്. ശൈലജ, നമ്മുടെ വീടല്ലെങ്കിലും എന്റെ സ്വന്തം അനിയൻ വെക്കുന്ന വീടാണോ ഇത്? അവൻ ഈ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കാശ് മുഴുവൻ ഇങ്ങോട്ട് അയച്ചു തൊട്ട് ഈ ചേട്ടനല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത്? അപ്പൊ നമ്മളല്ലേ ഇത് ഉത്തരവാദിത്തോട് ചെയ്തു കൊടുക്കേണ്ടത്? ഉത്തരവാദിത്തത്തോട് നിൽക്കുന്നുണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യും, അകത്തുനിന്ന് ആ കിണ്ടിയും വെള്ളമൊക്കെ റെഡിയായി 10:30 മണിക്ക് രാഹുകാലം തുടങ്ങുന്നതിന് മുമ്പ് ചന്ദ്രമേശ്വരി വരും, കട്ടളവപ്പാണ് കേട്ടല്ല? ചന്ദ്രമേശ്വരിയാണ് പിന്നെ കുഴപ്പമില്ല. അപ്പൊ ഞാൻ എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ പറഞ്ഞത്? ചന്ദ്രമേശ്വരിയാണ് കുഴപ്പമില്ല, കൊള്ളല്ലേ നീ? ഒന്നാം ക്ലാസ്സിൽ കൊണ്ട് ചേർക്കാൻ പിള്ളേരെ കൊണ്ടുപോകുമ്പോ പേടിച്ചിരിക്കണ പോലെ എന്റെ പുറകെ ഇരിക്കണേ. അതെന്നാന്നറിയാം മൈസി, ഈ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടല്ലേ പണിക്ക് വന്നെ ഒരു ചമ്മല്. കരക്കാർക്ക് പെണ്ണം കൊണ്ട് പൈസ കൊടുക്കണതിന് കുഴപ്പമില്ല. അതല്ല പറഞ്ഞത്, ഇവിടുത്തെ സുനിയില്ലേ, സുനിയുടെ ഭാര്യ ഞാനും ഒന്നിച്ച് പഠിച്ച. അതിന് ഞാൻ ഈ മൈക്കാട് പണിക്കൊക്കെ നടക്കണം എന്ന് പറഞ്ഞാ അവള് കണ്ട മോശമല്ലേ അത്? അതാണോ പ്രശ്നം? എന്നാലേ അവര് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയാം, നീ സ്റ്റേറ്റ് ബാങ്കിലെ മാനേജരാ, പാർട്ട് ടൈം പണിക്ക് വന്നതാന്ന് പറഞ്ഞാലോ. ഒറ്റ എണ്ണാകുന്നുണ്ടല്ലോ ആക്കിയത്. ചന്ദ്രമേശ്വരി എന്നാ ഇത്? രാഹുകാലത്തിന് മുമ്പ് ഇതൊക്കെ ചെയ്യണോന്ന് അറിഞ്ഞൂടാ? 10:30 മണിക്ക് വരണ്ടല്ലേ? ഇതിനെ താമസം ഒന്നും പറയണ്ടാവേ. അങ്ങനെ പറഞ്ഞല്ലേ, എന്തെങ്കിലും പറ അങ്ങോട്ട്. ഇന്നലെ വീട്ടിൽ കള്ളം കയറിയോ? TV ഒഴുകാൻ ബാക്കി എല്ലാ സാധനവും കൊണ്ടുപോയി. TV കൊണ്ടുപോയില്ല? അതിനാ TV കൊണ്ടുപോകാൻ? അത് ഞാൻ കണ്ടോണ്ടിരിക്കുവല്ലായിരുന്നോ? ഇനി എങ്ങനെ കൊണ്ടുപോകും? അങ്ങനെ നിങ്ങളുടെ ആ ഇളയ മകന് വല്ല തലക്ക് വല്ല വെളിവുകേടുണ്ടോ? അതിനങ്ങനെ പറഞ്ഞ അപ്പൊ നിങ്ങളെ ഉടുതൂണില്ലാതെ കണ്ടത്തി കൂടെ നടക്കണുണ്ടല്ലോ. അതൊന്നും പറയണ്ടാവി. അങ്ങനെ പറഞ്ഞാലേ എന്തെങ്കിലും ഒന്ന് പറ. എന്തെങ്കിലും പറയുമ്പോ എന്നാന്നറിയോ സംഭവം? എന്നാന്നറിയാമോ? ഈ കഴിഞ്ഞ ദിവസം ഇടിയും മഴയുണ്ടായല്ലോ. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, എടാ ഇടിയും മഴയാ എല്ലാം ഊരിയിട്ടേ കിടക്കാവുള്ളൂ. ഞാൻ ചെന്നപ്പോ ഉണ്ടല്ലോ, ഇവൻ തുണിയെല്ലാം അഴിച്ചു കളഞ്ഞിട്ട് പിറന്ന പടി കിടക്കുവോ, എല്ലാം ഊരിയിട്ട്. കൊടുക്കണ്ടേ, അവനെ വെട്ടണ്ടേ? പിന്നെ അങ്ങനെയുള്ള പിള്ളേരൊക്കെ വെച്ചേക്കാമോ? പിന്നെ അങ്ങനെയുള്ളവനെ വെച്ചേക്കണല്ലോ. ആ പട്ടീനല്ലോ അവനെ വിളിച്ചിട്ട് അവനെ തല്ലാൻ വന്നിട്ട് അവനെ കാലിലോണ്ടൊന്നും വലിച്ചങ്ങ് കിറിയിട്ട് അവന്റെ കണ്ണ് പുറത്തേക്കിട്ടുണ്ടല്ലോ, അവനെ ഉണക്കണം അങ്ങോട്ട്. ആഹാ, അത് എനിക്ക് പ്രായമായി കഴിയുമ്പോ നീ എനിക്ക് ചെലവിന് തരുവോ? നിന്റെ അപ്പം കൊണ്ട് ചെലവ് തരുവാ? അതെ ചന്ദ്രമേശ്വരി, സമയം പോയിന്ന്, സമയം പോയി, ഇത് കാര്യങ്ങൾ നടക്കട്ടെ. മനസ്സിലായോ? അമ്മാവനോട് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോഴേ വരും. അമ്മാവനാണ് ഞങ്ങളുടെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കണതേ. ഈ അമ്മാവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവനാ. അമ്മാവനും വരാൻ സാധ്യതയില്ല. വന്നാലും വന്നില്ലെങ്കിലും നമുക്ക് കൃത്യം 10:30 തന്നെ കട്ടളപ്പ് നടത്തും. ഓക്കെ അല്ലേ? 8-3 കൂട്ടം. അപ്പോഴേ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഇവിടുത്തെ സിറ്റുവേഷൻ അറിയാലോ. അതുവരെ നമ്മൾ ഇപ്പൊ 8-3 11 കറക്റ്റാണല്ലോ കൂട്ടി വെച്ചാണ്. എടാ പ്രാന്ത, അതാണ് 8 മണലും 3 സിമന്റ് കൂട്ടാനല്ലേ പറഞ്ഞാല്? 8-3 കണക്ക് കൂട്ടിക്കൊണ്ട് എന്തിനു ഇവനെയൊക്കെ കൊണ്ടുപോന്നെ പണിക്ക്? ഒരു കാര്യം ചെയ്യ്, നമുക്ക് പിടിക്കാം. ഇത് പിടിക്കണ തന്നെ അല്ല, ഞാനിപ്പോ മൊത്തം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. 6 റൂമാണത്. 6 റൂം എന്താ? അല്ല, 6 ബാത്റൂം 2 ബെഡ്റൂം, അതാണല്ലോ നമ്മൾ സെറ്റ് ചെയ്തേക്കണം. 6 ബാത്റൂം 2 ബെഡ്റൂം, അതെന്താ പാടാ? എന്റെ ചന്ദ്രമേശ്വരി, പണ്ടൊക്കെ അല്ലേ ആൾക്കാർ വീടിനകത്തിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പുറത്തേക്കല്ലേ പോണത് കാര്യസാധ്യത്തിന്? ഇപ്പൊ അങ്ങനെയാണോ? ആൾക്കാരെല്ലാം കൂടി ഫാസ്റ്റ് ഫുഡ് മേടിച്ചിട്ട് വീട്ടിൽ കയറി വന്നിട്ടല്ലേ ഇതെല്ലാം സെറ്റ് ചെയ്തേക്കണത്. അപ്പൊ ഈ സാധനം അല്ലേ കൂടുതൽ വേണ്ടത്. ഓ അങ്ങനെ, മനസ്സിലായ? പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ അത് ബാധകമല്ല. കാരണം പണ്ടൊക്കെ ഈ കട്ട്ല വെപ്പ് കഴിയുമ്പോ അതിന്റെ അടിയിൽ ഇത്തിരി സ്വർണം വെക്കും. സ്വർണം ഒരു 1 രൂപയോ അല്ലെങ്കിൽ പിന്നെ ഒരു രൂപ തുട്ടോ അങ്ങനെയൊക്കെ വെക്കും. ഇങ്ങനെ വല്ലോ പരിപാടി ഇവിടെ ഉണ്ടെങ്കിൽ പറഞ്ഞ. അവനൊരു ഗൾഫുകാരനല്ലേ? ഇത് ഈ ഒരു തരിയും ഒരു മുള്ളൊന്നും അല്ല വെക്കണത്. ഒരു 2.5 പവന്റെ മാല അങ്ങോട്ട് വെക്കണത് കട്ടള. 2.5 പവന്റെ മാലയോ? പിന്നെ 2.5 പവന്റെ മാല വെക്കാതെ അനിയനൊരു ഗൾഫുകാരനല്ല, അവൻ അവിടെ കഷ്ടപ്പെടുന്ന കാശുകൊണ്ട് 2.5 പവന്റെ മാല അവന്റെ ആഗ്രഹമാണത്. വെക്കും, ഒന്ന് വീശിക്കടാ. അയ്യോ, അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, അനിയൻ ഈ 2.5 പവന്റെ മാലയാണോ കട്ടിലക്കടിയിൽ വെക്കുന്നത്? അതെ അതെ. അപ്പൊ ചേട്ടൻ പെര പണിതപ്പോ എത്ര പവൻ വെച്ചു? ഞാൻ 40 പവൻ വെച്ചായിരുന്നു. കട്ടിലക്കടിയിലോ? കട്ടൽക്കടിയില്ല, നെസ്ബിറ്റ് ബാങ്കില് പണയം വെച്ചിട്ടല്ലേ വീട് പണി. ഓ അങ്ങനെ. ഞാൻ ഒരു കാര്യം ചെയ്യാം,
നിങ്ങൾ കാര്യങ്ങളൊക്കെ റെഡിയാക്ക്. ആ മറ്റേ ഗണപതിക്ക് വെക്കാനുള്ള സാധനം എല്ലായിടത്തും ഇപ്പൊ തന്നെ എടുത്തുണ്ടോ. ഇതേ 2.5 പവന്റെ സാധനമാ ഇതിനകത്ത് വെക്കണേ. അതങ്ങ് അടിച്ചു മാറ്റിയാലോ നമുക്ക്. ഈ പവൻ ചുമ്മാ മേസിലും അനാവശ്യം പറയല്ലോ. അവരെങ്ങ അറിഞ്ഞു കഴിഞ്ഞാൽ വിഷയമാകും. അതെങ്ങനെ അറിയാം? കട്ടിലക്കടിയിലല്ലേ ഇരിക്കുന്നത്. പിന്നെ ഭിത്തി അങ്ങ് പൊങ്ങുമല്ലേ. അതിന് മോളി വാർക്കാൻ വന്ന ഇവർ എന്തെങ്കിലും കട്ടില പൊളിച്ച് നോക്കുന്നുണ്ടോ? അതില്ല. നീ പേടിക്കണ്ട, നീ എന്റെ കൂടെ അങ്ങ് നിന്നാ മതി. എന്റെ കയ്യും കാലം പിറക്കണ്ട. എന്തെങ്കിലും വന്നാ നോക്കിക്കോണം. ഇല്ലെന്നോ ഞാനല്ലേ പറയണേ. നീ എല്ലാം റെഡിയാക്കി വെച്ചോ. നല്ല എടുത്ത് തുടങ്ങിയേക്കാം. അപ്പൊ എന്നാ തുടങ്ങിയേക്കാം. തുടങ്ങിയേക്കാം. എടി ആ ഉരുപ്പടി ഇങ്ങ് എടുത്തോണ്ട് വാ. മേസരിക്ക് ചായ എടുക്കട്ടെ? ആ ശരി ഉരുപ്പിടി. ശരി ചായ എടുത്തു. അപ്പൊ ഇത് എന്നാ ഇവിടെ വെക്കട്ടെ. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കണം. ഇതാണ് കട്ടലക്കടി വെക്കേണ്ടത്. സാധനോ കട്ടിലക്കടി ആദ്യമായിട്ടുള്ള നമ്മളിത് വെക്കണത്. ഞാൻ ചെറിയ ചെറിയ സ്വർണ്ണമൊക്കെ വെച്ചിട്ടുള്ളൂ. അല്ല വെച്ചു. അപ്പൊ ശരി ഇനി എന്നാ നമുക്ക് ചെയ്യാം. ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് ഇട്ടോട്ടെ. പറഞ്ഞു കഴിയുമ്പോ അപ്പൊ പ്രാർത്ഥനയോടെ കൂടി ഇരിക്കണം. അറിയാലോ. പിടിച്ചേ 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 പിടിച്ചേ. ഞാൻ പിടിച്ച് സഹായിക്കണോ? പിടിച്ചേ പിടിച്ചേ പിടിച്ചേ. നേരെ പതുക്കെ അങ്ങനെ ഇരിക്കട്ടെ, അങ്ങനെ ഇരിക്കട്ടെ. കെട്ടിക്കെ കെട്ടിക്കെ. ഞാൻ വെച്ചോളാം. അവിടെ വെച്ചോ. നീ അവിടെ കെട്ടി. അവന്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു വലിയൊരു വീട് വെക്കണോന്നേ. അതെ അനിയന്റെ. വിട്ടേ വിട്ടേ. ഓക്കെ. അപ്പൊ ഇതെല്ലാം ചടങ്ങുകൾ കഴിഞ്ഞല്ലേ? ചടങ്ങ് പ്രാർത്ഥിച്ചോ. പ്രാർത്ഥന ഇനി നമ്മളൊന്ന് ഉറപ്പിച്ച് വെച്ചാൽ കാര്യങ്ങൾ ഓക്കെ. 2.5 പവനൊക്കെ അല്ലേ? അതൊക്കെ വെച്ചിട്ടുണ്ട്. കടലോപ്പ് കഴിഞ്ഞല്ലോ. കടലോപ്പ് കഴിഞ്ഞു. ഓക്കെ. ഒന്ന് വിളിച്ചു പറഞ്ഞു. ആടാ 10:30 തന്നെ രാഘവത്തിന് മുമ്പ് തന്നെ കട്ടള വെച്ചിട്ടുണ്ട്. ഇല്ല അമ്മാവൻ വന്നിട്ടില്ല. എന്റെ പൊന്നടി അമ്മാവൻ മണ്ണ്. എന്റെ അമ്മാവൻ വരുന്നുണ്ട്. പുള്ളിനെ കാണുമ്പോ മുണ്ടഴിച്ചിടണം എല്ലാരും. അതെ അതെ മുണ്ടഴിച്ചിടണം. താമസിച്ചാണെങ്കിലും വന്നല്ലോ. മൊബൈൽ നമ്പർ പറഞ്ഞിട്ട് അല്ലെങ്കിൽ സ്കൂട്ടർ അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. നടന്ന് അല്ല അമ്മാവൻ 10:30 തന്നെ ചടങ്ങാണെന്ന് അമ്മാവനോട് പറഞ്ഞതല്ലേ? എടാ കാലിൽ ആനയുണ്ട്, നടന്നെങ്കിൽ വരണ്ടേ. ടൗണിൽ വന്നിട്ട് എന്നോടൊന്ന് വിളിക്കണമെന്ന് വെച്ചാൽ നടന്നില്ല. ഏതായാലും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അമ്മാവ. കഴിഞ്ഞല്ലേ? കഴിഞ്ഞു. വരാൻ പറ്റിയില്ല മോളെ. നടന്നെങ്കിൽ എത്തിയില്ല. കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നു. അവനെ വിളിച്ചു പറഞ്ഞായിരുന്നോ? അവനെ വിളിച്ചു പറഞ്ഞു. അവൻ ഇന്നലെ വിളിച്ചു വെച്ചോളൂ. സിമന്റ് ഒന്നും ഇല്ല അല്ലേ? എടാ സ്വർണ്ണ പിന്നെ 2.5 പവൻ അമ്മാവൻ അറിഞ്ഞൂടെ? 2.5 പവനാ വെച്ചേക്കണം. കിഴക്ക് ദിക്ക് മാറിയാണോ വെച്ചത്? കിഴക്ക് ദിക്കിലല്ലേ? അല്ല അത് മേശരി അല്ലേ? മേശരിയേ ഐശ്വര്യത്തിന് നമ്മള് വസ്തു വെച്ചതേ കിഴക്ക് ദിക്കിലല്ലേ? അല്ല പടിഞ്ഞാറാ വെച്ചാ. കിഴക്ക് ദിക്കാണോ? കിഴക്ക് മാറ്റാൻ പോണത് നിങ്ങൾ മറന്നുപോയിട്ട. നിങ്ങൾ പടിഞ്ഞാറല്ലേ വെച്ചത്? സ്വർണം വെച്ചിട്ടുണ്ടല്ലോ. ഈ ഭാഗത്താണ് കറക്റ്റ്. ഈ ഭാഗത്താണോ? അതേന്ന് അവിടെ തന്നെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ദിക്കറിഞ്ഞൂടല്ലോ. നിങ്ങൾ എവിടെ ഇരുന്നേ? എവിടെ വെച്ചത്? അല്ല വെച്ചെന്ന് പറഞ്ഞാൽ അമ്മാവ ഞാനല്ലല്ലോ. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, സഹായിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ അതിന്റെ തിരക്കിലായിരുന്നു. നീ അല്ലേ വെച്ചത്? ഞാനല്ല, അവരല്ലേ വെക്കണത്. വീട്ടുടമസ്ഥനല്ലടാ ഇത് വെക്കേണ്ടതിന്റെ അടിയില്. നീ ആരെയും കൊടുത്ത? നമുക്കറിയത്തില്ലായിരുന്നു അമ്മാവ, അവരാ വെച്ചത്. എല്ലാം ചെയ്തത്. അതിനുള്ളിൽ സാധനം വെക്കുന്ന കണ്ടായിരുന്നു. അതെങ്ങനെ ഞാൻ കാണുന്നത്? നീ ഓടി. അമ്മ ഞാൻ പ്രാർത്ഥിച്ചിങ്ങനെ നിൽക്കുന്നു, ശ്രദ്ധിച്ചില്ല. ആ കൂടെ നിൽക്കുന്നവരൊരു കള്ളലക്ഷണം ഉണ്ട്. എടാ 2.5 പവനെ അറിയില്ല. അങ്ങനൊന്നും വിചാരിക്കണ്ട. എന്റെ ചെറുക്കൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് നീയൊക്കെ കണ്ണോടെ ചെയ്യുന്നു. സാധനം എനിക്ക് കാണണം. അപ്പഴേ നീ അത് ഇളക്കാൻ പറ. അതെ മേശരി. അപ്പൊ അമ്മാവനൊരു കൺഫ്യൂഷൻ. ഇതിപ്പോ വെച്ചതല്ലേ ഉള്ളൂ, ഒന്ന് തുറന്ന് കാണിച്ചു കൊടുക്കുക. അമ്മാവൻ ഇത് കണ്ടിട്ടില്ലല്ലോ. പ്രായമുള്ള ആളല്ലേ. ബാ നമുക്കൊന്ന്. എന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ലേ? അല്ല വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല. എന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ലേ? ശരിയല്ലോ കേട്ടോ. അല്ലെന്ന് നീ ഒന്ന് പിടിച്ചാ. അയ്യോ നിങ്ങളത് ഇളക്കാൻ നോക്കിയപ്പോ അറ്റാക്ക് വന്നോ? അല്ലോ തുടങ്ങിയതുണ്ടോ? അയ്യോ എന്താ ഇങ്ങനെ കാണിക്കുന്നേ? മരണത്തോട് മല്ലടിക്കുവാണോ? അല്ല മേശരി അത് കുഴപ്പമില്ലെന്ന്. പൊളിഞ്ഞു. അതിനകത്ത് നമ്മൾ സ്വർണം വെച്ചില്ല. എന്റെ പോക്കറ്റിലിരിക്കുമല്ലേ? ആണല്ലോ. നീ 2.5 പവനാണ്. നീ ഒരു കാര്യം, നിന്റെ എത്രയുണ്ട്? ഇതൊരു പവൻ. ഞാനങ്ങനെ തരില്ല. എന്റെ കല്യാണത്തിന് അളിയിലിട്ട് തന്ന മാല ഞാൻ ഊരി തരുമല്ലോ. നിനക്ക് ഇത് പിടിച്ചോടാ. നീ ഇത് പിടിക്ക്. അതിങ്ങിതാ. വെറുതെ എന്തിനാണ് 2.5 പവൻ കളയാൻ? ഇങ്ങ് താ. ശരിയാവോ?
അപ്പൊ എനിക്ക് ലാഭമല്ലേ? പിന്നെ അല്ലേ ആപാളന്നോ? ഓക്കെ ഓക്കെ. അതെ മേസ്ത്രേ, ഇതിപ്പോ ഈ അമ്മാവനോട് നിർബന്ധം. പുള്ളി പഴയ ആൾക്കാരല്ലേ, പുള്ളിക്ക് ഇത് വെച്ചത് കാണണം, കാണിക്കാതെ പറ്റൂല. എന്നാലും വിശ്വാസമില്ലായിരുന്നു കേട്ടോ. അല്ല കാണണം, എനിക്ക് കാണണം. അല്ല ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒരു കട്ടള വെച്ച് കഴിഞ്ഞപ്പോൾ അത് ഇളക്കി കഴിഞ്ഞപ്പോ ഒന്നാന്തരം വരിക്കപ്ലാവ് ആ ഉടമസ്ഥന്റെ തലയിൽ വീണ് ചത്തത്. അത് കുഴപ്പമില്ല, അവനങ്ങ് ചത്തോളും. നീ സാധനം കാണിക്കും. കാണിച്ചു കൊടുക്കണേ, അമ്മാവന്റെ ഒരു ആഗ്രഹമാണ് ചെയ്യും. കാണിച്ചു തരാം. കാണിച്ചത് ഇപ്പൊ അതിന്റെ കുഴപ്പമാണെങ്കിൽ അതെന്നാന്ന് നോക്ക്. ഇത് പിന്നെ എന്നാ അത് ആ വിശ്വാസമായില്ലോ? അപ്പൊ അമ്മാവന് വിശ്വാസമായ? അപ്പൊ വിശ്വാസമായി. രണ്ടിലായിരുന്നോ? കറക്റ്റ് നിൽക്കായിരുന്നു. ആയിരുന്നു സാധനം. കറക്റ്റ് അമ്മാവനുണ്ടല്ലേ, ഈ അമ്മാവൻ കാരണം ഇപ്പൊ എനിക്കല്ലേ ദോഷം വന്ന് സംഭവിച്ചത്. പൊളിക്കേണ്ടി ഇപ്പൊ മേസ്ത്രി പറഞ്ഞു കേട്ടോ. അല്ല ഞാൻ അല്ലല്ല മേസ്ത്രി പറഞ്ഞേക്കണേ, ഈ അമ്മാവൻ അല്ലെങ്കിലും നല്ലവനാണെന്ന് പറഞ്ഞ് വിശ്വസിച്ചിരുന്നത് എവിടെ വന്ന് എന്തെങ്കിലും കാര്യം അങ്ങ് കുളാക്കി തീരുമാനിക്കാം. നാണോട് താനിവിടെ ഞാനാണ് എന്റെ തല വരിക്കപ്പളാവ് വീട് ചാകുന്നല്ല അപ്പോൾ പറഞ്ഞത്. അപ്പൊ ഞാനല്ലേ ചാണ്, തനിക്കല്ലോ ഇതുകൊണ്ടോ? അങ്ങോട്ട് ഓടി. അല്ല ആരുടെ വികാരമായാലും ഞാനത്തെ കയറി പിടിക്കൂല, അറിയാലോ. ക്ഷമിക്കണം അല്ല ഒന്നും പറയണ്ട. അല്ല ക്ഷമിക്കണം, ഭയങ്കര മോശമായി പോയി. എന്നാലും വെറുതെ ഒരു നല്ല കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോ ഇടക്ക് അങ്ങനെ പണ്ടേ ഉള്ളതായി. പണ്ടേ ഉള്ളത് നിങ്ങളെ പണി നടക്കട്ടെ. എന്റെ പൊന്നു സുഹൃത്തെ, ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുവോ? ഇപ്പൊ ആരെങ്കിലും ആ ചെയ്യുന്ന പരിപാടിയാണോ മാല അതുപോലത്തെ സാധനങ്ങൾ? ഇപ്പൊ ചെറിയ ചെറിയ സാധനങ്ങളെ അതിന് വെക്കാറുള്ളൂ. ചെറിയ സ്വർണം, അതുപോലെ തന്നെ ഒരു ആൾ രൂപം. അല്ല ഇത് മാത്രം മാലയൊന്നും ഈ 2.5 പവനൊന്നും ആരും വെക്കാല. അവൻ ഗൾഫിൽ നിന്ന് പറഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ ഈ വീടങ്ങ് വിറ്റ് അവരെ കൊണ്ടുപോയില്ലേ? അല്ല അവന്റെ ഒരു ആഗ്രഹമല്ലേ, നമ്മള് പിന്നെ അത് അവൻ അറിയുന്നുണ്ടോ? കട്ടള വെച്ച് കഴിഞ്ഞാൽ അവൻ പൊളിക്കോ വന്നിട്ട് 2.5 പവൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങളെ വിശ്വാസമുണ്ടോ? സത്യത്തിൽ അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല. കുറച്ചെങ്ങാനും വെച്ചാൽ മതിയായിരുന്നു. കുറച്ച് വെച്ചാൽ മതിയായിരുന്നു. ഞാൻ പോട്ടെ, ഇനിയിപ്പോ അതിന് സംഭവിച്ചു പോയില്ലേ? എല്ലാം വെച്ചിട്ടുണ്ട്. നിങ്ങൾ വിഷമിക്കണ്ട മനുഷ്യ, ഇത് ഇങ്ങനൊക്കെ വരുവോളെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടേ 2.5 പവന്റെ സ്വർണം മാറ്റിയിട്ടേ അവിടെ വെച്ചത് മുക്കുവണ്ടതാ. Jokers.